ഇങ്ങനെ തള്ളാണോ? നിങ്ങളെ പെൻഷൻ അടയ്ക്കാം. അതെ, ഇയാള് കൂടുതൽ ചൂടാവേണ്ട കാര്യമൊന്നുമില്ല. ഇയാളെക്കാളും വലിയ ഉദ്യോഗസ്ഥരിൽ ഇരുന്നതാ ഞാൻ. നിങ്ങൾക്കറിയാമോ, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഒന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിൽ തന്റെ ജോലി പോവാനും പോവാതിരിക്കാനും ചാൻസ് ഉണ്ട്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ അവകാശമാണ് ഇങ്ങനെ വന്ന് പെൻഷൻ വാങ്ങുവന്നത്. ട്രഷറി വന്ന് ഒപ്പിട്ട് പെൻഷൻ വാങ്ങുന്നതിന്റെ സുഖം അവനെ അറിയാവൂ. അവന്റെ യാജ്യം. പൈപ്പ് ലൈനിന്റെ ഫയൽ എടുത്തെറിഞ്ഞ്. പൈപ്പ് ലൈനിന്റെ ഫയൽ എടുത്താണോ? പൈപ്പ് ലൈനിന്റെ ഫയലാ? അകത്തിരിക്കുന്ന അക്കൗണ്ടന്റ് ബിന്ദു ഇല്ലേ, ആ കൊച്ചിനെ ഞാൻ ഒന്ന് ലൈൻ ഇടാൻ നോക്കി. കൊച്ച് ഫയൽ എടുത്ത് പൈപ്പ് കണക്ക് ചുരുട്ടി എന്നെ എറിഞ്ഞ്. പൈപ്പ് ലൈനിന്റെ ഫയല്. പിന്നെ പെൻഷൻ വാങ്ങിയ സുമാരൻ വന്നില്ലേ? അയ്യോ, സുമാരന്റെ കാര്യമൊന്നും പറയാതിരിക്കുകയാണ് നല്ലത്. സുമാരൻ മാറി, മൊത്തത്തിൽ മാറി. കണ്ടാ മുണ്ടുമില്ല, വിളിച്ചാ നിക്കറുമില്ല. അങ്ങനെയല്ലല്ലോ. അങ്ങനെയല്ലല്ലോ, കണ്ടാ മിണ്ടാറുമില്ല, വിളിച്ചാ നിക്കാറുമില്ല. അതെ, എന്റെ പെൻഷനൊക്കെ ഇനി എപ്പ കിട്ടാനാ? നിങ്ങളെ പെൻഷൻ കിട്ടാനും സാധ്യത ഉണ്ട്. അങ്ങനെയാണ്. പണ്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ ഇരുന്നിട്ട് മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ് പറ്റിച്ചിട്ടില്ലേ മിസ്റ്റർ വിജയചന്ദ്രൻ നായർ, PhD. മിസ്റ്റർ ജോൺ സാരസം SSLC പ്രീഡിഗ്രി. ആ ഓഫീസിൽ താനൊരു പിയൂൺ ആയിരുന്നു. ഞാനങ്ങ് മേലേ തട്ടിലും താനങ്ങ് താഴെ തട്ടിലും നൂരാൻ പറ്റണില്ലേ? ഈ പ്രായത്തിലൊക്കെ താഴെ തട്ട് കാണിക്കേണ്ട വല്ല കാര്യവും ഒന്ന് അത് മതി. ഇതോ, താനന്ന് മേലെ തട്ടിൽ ഞാൻ കീഴേ തട്ടിലൊക്കെ ആയിരിക്കും. പക്ഷെ ഇന്ന് നമ്മൾ ഒരേ കാറാണ്. അതെന്തോന്ന് കാറ്? പെൻഷൻ കാർ. അതുകൊണ്ട് അങ്ങനെ പറയരുത്. അതെ, എനക്കറിയാവോ, എന്റെ വീട്ടില് മക്കള് കൂട്ടിലിട്ടാ വളർത്തുന്നത്. കൂട്ടിലിട്ട് വളർത്താൻ നിങ്ങളാര് വംശനാശ ഭീഷണി കേൾക്കുന്ന പച്ചത്തമ്പേ? അതല്ല, പുറത്തോട്ടൊന്നും വിടത്തില്ലെന്നേ. ഒരു കാര്യത്തിന് വിടത്തില്ല. ഇപ്പൊ തന്നെ ഒരു മാസത്തിൽ പെൻഷൻ വാങ്ങിക്കണമെന്ന പേര് പറഞ്ഞാ വെളിയിലോട്ട് ഇറങ്ങുന്നത്. എനിക്കില്ലേ ശുദ്ധവായു ശ്വസിക്കണമെന്നൊരാഗ്രഹം. ശുദ്ധവായു ഇങ്ങനെ ശുദ്ധവായു എന്തെന്നറിയാമോ? വസുന്ധര. വസുന്ധര ശുദ്ധവായു അല്ല, എന്റെ പ്രാണവായു. ശരിയാണ്. ഇങ്ങേരും വസുന്ധരയും കൂടെ ഭയങ്കര പ്രേമമായിരുന്നു പണ്ട്. പക്ഷേ അന്ന് ആ പ്രേമത്തിന് കൊട പിടിച്ചതേ ഈ ഞാനാണ്. എന്നിട്ട് നിങ്ങൾ പ്രേമിച്ച വസുന്ധരയെ കെട്ടിയാ കുത്തി കാണിക്കുന്ന ആ ഒരു വിഷമം ഇപ്പോഴും ഉള്ളിലുണ്ട്. പിന്നെ ഇയാള് കൂടുതലൊന്നും പറയണ്ട. നിങ്ങളും പ്രേമിച്ച പെണ്ണിനെ അല്ലല്ലോ കെട്ടിയത്. ഞാൻ പ്രേമിച്ച പെണ്ണുങ്ങളെ കെട്ടിയിരുന്നെങ്കിലേ ഹിറ്റ്ലർ മാധവൻ കുട്ടിയെ പോലെ 6-7 പെണ്ണുങ്ങളെ കൊണ്ട് നടത്തിയാണ്. അതെ, വസുന്ധരെ കണ്ടില്ലല്ലോ. വരുന്ന വഴിക്ക് വസുന്ധരയെ വീട്ടിലെങ്ങാനും നോക്കിയായിരുന്നോ? അതെന്തിന്? അല്ല, വല്ല നീലട്ടറപ്പോളിന കസേരയല്ലേ ഇറക്കി വെച്ചിട്ടുണ്ടാന്ന്. വയസ്സായ ആൾക്കാരല്ലേ, എപ്പോഴാണ് മേളിലോട്ട് പോണെന്ന് പറയാൻ പറ്റൂലല്ലോ. തന്റെ കരുനാക്കെടുത്ത് വളയ്ക്കാതോ? കരുനാക്ക് നേരെ ഇരിക്കില്ല, പിന്നെയാണ് അതിനെടുത്ത് വളയ്ക്കാൻ. അതെ, നമ്മൾ ആ സദാനന്ദം മരിച്ചു എന്നേട്ട ശരിയാണോ? സദാനന്ദം അറിഞ്ഞില്ലേ? അയ്യോ, സദാനന്ദ ഉറക്കത്തിൽ നെണീറ്റ് മൂത്രം ഒഴിക്കാൻ വെളിയിലോട്ട് ഇറങ്ങിയതാണ്. അപ്പൊ തന്നെ കിണറ്റി വീഴുന്നു മരിച്ചു. എന്നിട്ട് അവ മൂത്രം ഒഴിച്ചായിരുന്ന? അപ്പൊ തന്നെ കുളിപ്പിച്ചു കൊണ്ട് കിടത്തി. അവര് മൂത്രം ഒഴിപ്പിച്ചിട്ട് തന്നെ കിടത്തി. അപ്പൊ തന്നെ അവര് ചടങ്ങുകളെല്ലാം അങ്ങ് നടത്തി. ചടങ്ങിന് മുന്നെങ്കിലും മൂത്രം ഒഴിപ്പിച്ച? നിങ്ങളെ മൂത്രത്തിന്റെ സൈഡാണ് സദാനന്ദന്റെ സൈഡാണ്? അതല്ല, സദാനന്ദന്റെ അവസാനത്തെ ആഗ്രഹമല്ലേ മൂത്രം ഒഴിക്കണമെന്ന്. ഇനി മൂത്രം ഒഴിക്കാതെയല്ലേ അവൻ മരിച്ചത്. ഇനി അവന്റെ ആത്മാവേ ശാന്തി കിട്ടാതെ ഇതുവഴി പെടുത്തോണ്ട് നടക്കും. വന്നല്ല സദാനന്ദന്റെ മൂത്രോ അല്ല, വസുന്ധര വന്നു. വസുന്ധര വരട്ടെ, വസുന്ധര വരട്ടെ, വസുന്ധര വരട്ടെ, വസുന്ധര വരട്ടെ, വസുന്ധര വരട്ടെ.
വസുന്ധര വന്നില്ല. വസുന്ധര അതുവഴിയല്ല, പിന്നെ? ഇതുവഴി വന്നു. അല്ലെങ്കിൽ ഞാൻ ഇപ്പം വിചാരിക്കുന്നിടത്തൂടെ ഒന്നും വരൂല. പെൻഷൻ വാങ്ങിയായിരുന്നോ? അതല്ലല്ലോ പ്രധാനം. എന്റെ ചെവിയാണ് ചെവിയെ കടിച്ചെടുക്കുന്ന. വസുന്ധര പറഞ്ഞത് കേട്ടാ? എങ്ങനെ കേക്ക? എന്റെ ചെവി നിങ്ങളെ വായിരിക്കല്ലേ. പെൻഷൻ വാങ്ങുന്നതല്ലല്ലോ പ്രധാനം, എന്നെ കാണുന്നതാണെന്നല്ലേ ഉദ്ദേശിച്ചേ. ഞാനേ കുട്ടിയോട് 2 വാക്ക് സംസാരിക്കട്ടെ. കുട്ടിയോട് 2 വാക്ക് സംസാരിക്കട്ടെ. കുട്ടിക്ക് പേരക്കുട്ടിയായി, പേരക്കുട്ടിക്ക് കുട്ടിയുമായി. അടി, നീ ഒരു കാര്യം ചെയ്യ്, ആരെങ്കിലും വരണാന്ന് നോക്ക്. ഒന്നാമത് പ്രായപൂർത്തിയായ ഒരു പുരുഷനും സ്ത്രീയും കൂടെ ഇരിക്കുകയല്ലേ. മിസ്റ്റർ വിജയേന്ദ്രൻ നായർ, നിങ്ങളെ പ്രായത്തിൽ ഇറങ്ങുന്ന വണ്ടികൾ പൊളിക്കാൻ സർക്കാർ ഓർഡർ ഇട്ടു. പേടിപ്പിക്കാതെ ആ സൈക്കിൾ എടുത്ത് ആരെങ്കിലും വരണോന്ന് നോക്ക്. ഞാൻ 2 വാക്ക് സംസാരിക്കും. അതെ, പിന്നെ നിന്റെ ശബ്ദം എന്ത് കിരികിരാന്നിരിക്കണ? എന്റെ ശബ്ദം ഇങ്ങനെയാണല്ലോ. നീ ആയിരുന്നാ? എന്താ ചവിട്ടണതും പിടിക്കണതും കാണാനില്ല. ഈ സൈക്കിളിൽ ചവിട്ടുന്ന പെട്ടില് കട്ടയും നമ്മൾ പിടിക്കുന്ന ഹാൻഡിലും കാണാനില്ല. എടാ, ഇതാണാ സൈക്കിള്? അത് ഓ, ഇതിങ്ങനെ തൂക്കിയിട്ടോണ്ട് നടന്നാ പോരാ, ഇതെടുത്ത് ഇങ്ങനെ വയ്ക്കണം. മിസ്റ്റർ വിജയേന്ദ്രൻ നായർ, അപ്പൊ ഇത്രയും നേരം ഇയാൾ ആരെന്നും പറഞ്ഞാ സംസാരിച്ചോണ്ട് നിന്നത്? അല്ല, ആഡിയോ മാത്രമല്ലേ ഉള്ളൂ, വീഡിയോ ക്ലിയർ ഇല്ലേ? ഇപ്പൊ വിജയചന്ദ്രൻ നടക്കണ്ട. ഓ, കണ്ട് കണ്ട്. അപ്പൊ ഞാൻ പോയി സൈക്കിൾ ചവിട്ടാം. തൽക്കാലം ഇത് വേണ്ട, സൈക്കിൾ ചവിട്ട്. ഇയാള് നിങ്ങളെ വാര്യമ്മ തന്നെയാണല്ലേ? പണ്ടും അങ്ങനെ ആയിരുന്നല്ലോ, ഓർമ്മയില്ലേ? അവന്റെ പണ്ടത്തെ സൈക്കിളിൽ നമ്മള് ഈ നാട് മുഴുക്ക കറങ്ങിയത് ഓർമ്മയില്ലേ? അതൊക്കെ അങ്ങ് മറക്കാൻ പറ്റുമോ? അതൊക്കെ ഒരു കാലം. അതെ. പിന്നെ ഞാൻ ഇപ്പൊ ഒരു ആഗ്രഹം പറഞ്ഞ സാധിച്ചു തരുമോ? അല്ലെങ്കിൽ വേണ്ട? അത് കാര്യമാക്കണ്ട, പറഞ്ഞോ. അതെ, പണ്ടത്തെ പോലെ ഈ സൈക്കിളിൽ ഇരുത്തി ഈ നാട് മൊത്തം എന്നൊന്ന് പറപ്പിക്കോ? എന്താ അവക്ക് പറക്കണോന്നു? ഞാനേ അവളെ ഇരുത്തി ഇതിലൊന്ന് പറപ്പിക്കട്ടെ. നിങ്ങളൊരു കാര്യം ചെയ്യും, കൊണ്ടുപോയി പറപ്പീര്. ഞാൻ അറിയിക്കാനുള്ളവരെയൊക്കെ അറിയിക്കാം. അല്ല, നമ്മൾ നേരത്തെ അറിയിച്ചില്ലെങ്കിൽ കാർഡ് അടിച്ച് സമയത്തിന് കിട്ടൂല. ഞാനൊന്ന് പറപ്പിക്കാം. ഞാൻ പിടിച്ചിട്ടുണ്ട്. നോക്കി നിൽക്കാതെ കാല് പൊക്കി വയ്യടോ. കാല് പോലും പൊങ്ങണില്ല, എന്നിട്ട് പ്രേമത്തിനൊരു കുറവുമില്ല. ചവിട്ടി ചവിട്ടി. എന്നാലേ നമുക്കങ്ങ് പറന്നാലോ. കൊടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചില് ബാൻഡടി മേളം, പെരുന്നാളിന് പള്ളിയിലെത്തിയതെന്ത് കൊതിച്ചാണ്, അന്നാ വഴിവരവിന് കാരണമാരുടെ നീലക്കണ്ണ്, അവളൊരു ക്രിസ്ത്യാനി പെണ്ണ്. കൊച്ചു കള്ളൻ, പണ്ടത്തെ പോലെ തന്നെ കുറുമ്പന. പെൻഷൻ മേടിച്ചോണ്ട് വരാം. സൂപ്പറായിട്ടുണ്ട്. അടി 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 അടിയാ, ഓട്. പിന്നെ അതല്ല, മറ്റതെടുത്ത് അടി. വസുന്ധര പറഞ്ഞു, വസുന്ധര. എണീക്കാൻ പറ്റണില്ല.
പെൻഷൻ അങ്ങോട്ട് ക്യൂ നിക്കാണ്ട് പെട്ടെന്ന് അങ്ങ് കിട്ടി. ഒരടി കൂടെ വേണോ? എന്താണ് ആ ശബ്ദം? എനിക്ക് ഭയങ്കര ജലദോഷം. കിട്ടിയായിരുന്നല്ലേ? കിട്ടി. അപ്പൊ ഇനി അടുത്ത പെൻഷൻ ഡേറ്റിന് കാണാം. പിന്നെ ഞാനൊരു കാര്യം പറയാൻ അങ്ങ് മറന്ന്. എന്തുവാ? അടുത്ത മാസേ ഞാൻ പെൻഷൻ വാങ്ങാൻ വരൂല. അതെന്ത്? അടുത്ത മാസം ഞാൻ അങ്ങ് അമേരിക്കക്ക് പോവാ. എന്റെ കൊച്ചുമോൾ അവിടെയാണല്ലോ, പ്രസവിച്ച് കിടക്കുകയാണ്. അപ്പൊ എന്നോട് അങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞ്. എന്തായാലും ഇനി 3 വർഷം കഴിഞ്ഞിട്ട് ഇനി നാട്ടിലോട്ടുള്ളൂ. 3 വർഷം കഴിഞ്ഞിട്ട് കാണാം നമുക്ക്. എന്താടാ അതിന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത്? ഈ 3 വർഷം കഴിയുമ്പം നീ ഉണ്ടാവൂ ഞാനുണ്ടാവൂ എന്നൊക്കെ ആർക്കറിയാം. അങ്ങനെയൊന്നും പറയണ്ട, ഞാൻ ഉണ്ടാവും. എനിക്കധികം പ്രായമൊന്നും ആയിട്ടില്ല. എടാ, വയസ്സ് കൂടാതിരിക്കാൻ വേണ്ടി 3 വർഷത്തിൽ മാത്രം ബർത്ത്ഡേ ആഘോഷിക്കണ നാറി. നീയും ഞാനും ഒക്കെ ഒരേ പ്രായം തന്നെ. എന്നാ വാരസ്യാരേ? പാരസ്യാരോ? സാരസം. എന്നാ സാരസ്യാരേ? പാരസ്യാരാ എന്തെങ്കിലും വിളി. ഞാനേ എന്നാ പോയേച്ചും വരാം. ചേട്ടാ പോയിട്ട് വാ. 3 വർഷം കഴിഞ്ഞ് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കാണാം. ഇവരെ പോലെയുള്ളവരുടെ പ്രണയം നമുക്ക് ചിലപ്പോൾ തമാശയായി തോന്നാം. പക്ഷേ കാലം പല പ്രണയങ്ങളെയും കാണാതെ പോയിട്ടുണ്ട്. ഒന്നിച്ചാൽ മനോഹരമാകുന്ന പലതും ഇന്നും ഒന്നിച്ചിട്ടുമില്ല. ഞാൻ വസുന്ധരേ, അങ്ങനെ വസുന്ധര പോയി, നമുക്കും പോയാലോ? കുറച്ച് കഴിയുമ്പം പെൻഷൻ വാങ്ങാൻ ലീലാവതി വരും. ഒരു കുറവുമില്ല. മിസ്റ്റർ വിജയേന്ദ്രൻ നായർ PhD, മിസ്റ്റർ ജോൺ സാരസം SLC പ്രീ ഡിഗ്രി. നിങ്ങൾ കേട്ടിട്ടില്ലേ? ചൊട്ടയിലെ ശീലം ചുടല വരെ. ഇനി ലീലാവതി വരുവോ ഇല്ലെന്ന് അറിയില്ല, പക്ഷെ നമ്മുടെ അലീന കുട്ടി എന്തായാലും പെൻഷൻ വാങ്ങാൻ അവിടെ എത്തും. സാറന്മാർക്ക് ഞാൻ മതിയാവോ? അല്ലല്ല, അലീന അമ്മച്ചിക്ക് പ്രായത്തിന്റെ വിറയലൊക്കെ ഉണ്ട്, അതാണ് കോട്ടിട്ടേക്കണം. ഞാൻ ഈ കോട്ട് സ്യൂട്ടൊക്കെ ഇട്ട് അവിടെ ഇരുന്നു, ചിരിച്ചു, എല്ലാം കറക്റ്റാണ്, നമ്മൾ എൻജോയ് ചെയ്തു. പക്ഷേ ഈ സ്കിറ്റ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത 2 പേരുണ്ട്. അത് ലത്തീഫ് സാറും സലീം സാറാണ്. അവര് ചിരിച്ചതിന്റെ പിന്നിലെ രഹസ്യം എനിക്കറിയണം. നിങ്ങൾ ചിരിച്ചതിന്റെ രഹസ്യം എനിക്കറിയണം, അറിഞ്ഞേ പറ്റും. അല്ല, അവരെന്തായാലും പെൻഷൻ വാങ്ങാൻ പോണതല്ല, ഇതെന്താ പൂർവ്വ വിദ്യാർത്ഥി സംഘമായിരിക്കും. ആയിരിക്കും. സലീം സാറോട് ചോദിക്കട്ടെ, ഇത്രയും ചിരിക്കാൻ എന്തായിരുന്നു കണക്ട് ആയത് എന്തായിരുന്നു? കാമുകിയുടെ കാര്യമാണ്. പഴയൊരു കോളേജ് ഓർമ്മകൾ. ലത്തീഫ് സാറോട് ഇപ്പൊ വരുന്നില്ല, മനസ്സിലായി ആ ചിരിന്ന് എനിക്ക് എല്ലാം മനസ്സിലായി. ഈ ഇറങ്ങി വന്ന കണ്ണീര് അച്ഛനെ വിളിച്ച് തിരിച്ചു ആണ്. ആ ഒരു പ്രണയം കണ്ട് ഞാനും ശ്രീവിദ്യയും കൂടെ ഇങ്ങനെ കരഞ്ഞു വരുമ്പോഴായിരിക്കും ലീലാവതിയുടെ അല്ല, എന്തായാലും മാമൻ ഇന്ന് തകർത്തു. മാമന്റെ ക്യാരക്ടറിൽ ഒരുപാട് വേരിയേഷൻ ഉണ്ടായിരുന്നു. സൂപ്പർ, കരപ്പിച്ചു. അതേ സമയത്ത് ചിന്തിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അടുത്ത ക്യാരക്ടർ കയറി ലീലാവതി. സൂപ്പറായിരുന്നു. ഇടയ്ക്കൊന്ന് ജീവിച്ചു. അതെ, ജീവിച്ചു. ചാൻസ് ഒരു ഉമ്മ കടിച്ചു പറിച്ചെടുത്തോളൂ. അവൻ ഇത്രയും സീക്വൻസിനിടയിലും ആ ഉമ്മയിൽ കയറി. ഇനി നമ്മൾ അറിയാൻ പോകുന്ന ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറയുന്നത് ബാറ്ററി. റെഡിയാണോ? കനനിറയെ പണമൊഴുകണ കടി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി വീണ്ടും പളവളാന്ന് കളറുകൾ. 50,000 rupees, 50,000 രൂപ അടിച്ചിരിക്കാണ് ശ്വേത ചേച്ചി. തരണില്ല. ഹാപ്പിയായേ? ഹാപ്പി.